ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിലും ആചാരപരമായ ചടങ്ങുകളിൽ നിന്നും വിട്ടുനിന്ന 5 തന്ത്രിമാർ. ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി ഈഴവ സമുദായത്തിലുള്ള ആളെ കഴകം ജീവനക്കാരനായി നിയമിച്ചതിനെതിരെയുള്ള പ്രതിഷേധമാണ് വിട്ടുനിൽക്കലെന്ന് ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചു. ഈ ക്ഷേത്രത്തിലെ ഈ ഉത്സവത്തിൽ ആചാരങ്ങളിൽ പങ്കെടുക്കാൻ സമ്മതിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തിയും മറ്റു പല പ്രലോഭനങ്ങളും കൊടുത്ത് മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെയാണ് കഴകം. കഴിഞ്ഞ വർഷം ഉത്സവം നടക്കുന്ന സമയത്ത് കഴകക്കാരൻ ഇവിടുന്ന് മാറി ഒരു സ്ഥിരം കഴകക്കാരനില്ല. മുൻപുണ്ടായിരുന്ന കഴകക്കാരനെ നമ്മൾ മാറ്റി വേറെ പുതിയ താൽക്കാലികമായിട്ട് കഴകക്കാരനെ ഉത്സവത്തിന്റെ 10 ദിവസം നമ്മൾ അന്വേഷിച്ചിട്ട് പല കഴകക്കാരും ഇവിടെ വരാമെന്ന് സമ്മതിച്ചതിന് ശേഷം ആ ദിവസത്തിന്റെ തൊട്ടടുത്ത ദിവസം ആ കഴകക്കാർ പ്രവൃത്തി ചെയ്യാൻ വരാൻ തയ്യാറായില്ല. എന്താന്ന് അന്വേഷിച്ചപ്പോ കഴക സമാജം അവരുടെ സമാജത്തിന്റെ ആളുകൾ ഈ വരാന്ന് പറഞ്ഞ ആളുകളെയൊക്കെ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവർ വരാതെ ഈ ഉത്സവത്തിന്റെ ഈ കഴകം പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ വേണ്ടി ബോധപൂർവ്വ ശ്രമം നടത്തുക. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ തന്ത്രിമാര് ഇവിടെ ഈ സഹായിക്കാൻ വരുന്ന ആളുകളെ തടസ്സപ്പെടുത്താനും തടയാനും വേണ്ടിയിട്ടുള്ള പ്രലോഭനങ്ങളും പ്രേരണകളും നടത്തി മാറ്റി നിർത്തുകയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെയും ഇത്തരത്തിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചനം ഒക്കെ കണ്ടതാണ്. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് തന്നെയാണ് തന്ത്രിമാർ ഇത്തരത്തിൽ എല്ലാ ചടങ്ങുകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീനിധി, കൃത്യമാണ്. ഏതാണ്ട് 1 വർഷം മുൻപ് തുടങ്ങിയ ആ ഒരു ജാതി വിവേചന ആരോപണത്തിൽ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി ആ ഒരു നിലപാടിൽ അവരുടെ ആ ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. അതിപ്രതിനിധി ഉൾപ്പെടെ 5 തന്ത്രിമാർ വിട്ടുനിൽക്കുന്ന നടപടി അങ്ങേയറ്റം നിർഭാഗ്യകരവും ഭക്തജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണെന്നാണ് കൂടൽമാണിക്യം ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഈഴവ സമുദായ അംഗത്തെ കഴകം ജീവനക്കാരനായി ജോലിയിൽ നിയമിച്ചതിനെ തുടർന്നുള്ള എതിർപ്പാണ് ക്ഷേത്രം ചടങ്ങുകളിൽ നിന്ന് 1 വർഷമായി ഇവർ വിട്ടുനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഏതാണ്ട് ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ആ സമയത്താണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ച് അതിഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു കഴകക്കാരനെ അന്വേഷിക്കുന്ന സമയത്ത് ആ കഴകക്കാരനെ പോലും മുടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഈ തന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കഴകം മാനേജ്മെന്റ് കമ്മിറ്റി അല്ലെങ്കിൽ കഴകം അസോസിയേഷന്റെ ഭാഗമായുള്ള ആളുകളെ പൂർണ്ണമായി മുടക്കുകയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. എന്നാലും ഈ നിസ്സഹകരണം ആരംഭിച്ചത് 2025 പ്രതിഷ്ഠാ ദിനത്തിലാണ് എന്നാണ് പറയുന്നത്. ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പ്രവൃത്തികളും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നും പറയുന്നു. പ്രോഗ്രാം ബുക്കിംഗിൽ തന്ത്രിമാരുടെ ചിത്രങ്ങൾ ഒഴിവാക്കിയതും ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് വെടിപ്പുരയോട് ചേർന്ന് വെടിമരുന്ന് സൂക്ഷിക്കാൻ കെട്ടിടം നിർമ്മിക്കുന്നതും തെക്കേ ഗോപുരനട നിർമ്മിക്കുന്നതും തന്ത്രിമാരുടെ അഭിപ്രായം തേടിയിരുന്ന ആരോപണവുമായി തന്ത്രിമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കൂടുതലായി ഉന്നയിക്കുന്നത്. എന്തായാലും ഇതൊരു ജാതി വിവേചനം എന്ന നിലപാടിലേക്ക് കൃത്യമായ രീതിയിൽ ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി വരുന്നു. എന്തായാലും തന്ത്രിമാർ സഹകരിക്കുന്നില്ല എന്നൊരു തുറന്നു പറച്ചിലാണ് കൂടൽ ക്ഷേത്രത്തിലെ ദേവസ്വം അധികൃതർ പങ്കുവയ്ക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.